ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സലിലെ സമ്മി ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് എക്സലില് നമ്മൾ ഇവിടെ ഒരു ഡാറ്റ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡാറ്റയിൽ എക്സ്പെൻസിന്റെ ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എക്സ്പെൻസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ താഴെയുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് എക്സ്പെൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഏത് എക്സ്പെൻസ് ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിന്റെ ടോട്ടൽ നമുക്ക് ഇവിടെ കാണിച്ചു തരണം. ടോട്ടലിന്റെ താഴെയായിട്ട് നമുക്ക് ടോട്ടൽ കാണിച്ചു തരണം. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പേര് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടലാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എക്സ്പെൻസ് എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ നമുക്ക് ഈ ഐറ്റംസ് അല്ലെങ്കിൽ ഈ ഓരോ പേരും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരാനുള്ള ഒരു ഓപ്ഷൻ ചെയ്യാം. ആദ്യം ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡാറ്റയിൽ വരിക. ഡാറ്റയിൽ നമ്മൾ ഡാറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്യാം. ഡാറ്റ വാലിഡേഷനിൽ എലോ എന്ന് പറയുന്ന ഓപ്ഷനിൽ എനി വാല്യൂ എന്നുള്ളത് മാറ്റി നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ലിസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സോഴ്സ് സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെ എക്സ്പെൻസുകളാണോ നമുക്ക് അവിടെ വരേണ്ടത് അതിനെ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ പേരുകളെല്ലാം ലിസ്റ്റ് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഓരോ പേരും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. ഓരോ പേരും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മ് ആ ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിൽ വരും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇക്വേഷൻ എഴുതാം. ഈക്വൽ സം ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എക്സ്പെൻസ് എന്ന് പറയുന്ന കോളം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എക്സ്പെൻസ് കോളം സെലക്ട് ചെയ്തതിന് ശേഷം കോമ, ക്രൈറ്റീരിയ ആണ് ചോദിക്കുന്നത്. അത് എക്സ്പെൻസ് ഏത് എക്സ്പെൻസ് ആണോ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആ സെല്ലിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും കോമ. ഇനി വാല്യൂ സെലക്ട് ചെയ്യണം. സം റേഞ്ചിൽ വാല്യൂ സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സം ഇഫ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുന്നത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എമൗണ്ട് വരും. 0 ആണ്. നമ്മൾ എക്സ്പെൻസിന്റെ പേര് സെലക്ട് ചെയ്തിട്ടില്ല. എക്സ്പെൻസിന്റെ പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓരോ എക്സ്പെൻസിന്റെയും ടോട്ടൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ സം ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഇത് സാധാരണ സം ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് സം ഇഫ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എക്സ്പെൻസും സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ ടോട്ടൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സം ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.